ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഒരു ദിവസം വീഡിയോ ഇടാഞ്ഞാൽ എല്ലാവരും കൂടി മെസ്സേജ് ആക്കലാണ്, എന്താ പ്രശ്നം, ഇക്കാക്കും ഓക്കെ ഇല്ലേ എന്നൊക്കെ. ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ ഓരോരുത്തരുടെ മെസ്സേജ് കണ്ടപ്പോൾ. ഇന്ന് നല്ല മഴയുള്ളൊരു ദിവസത്തെ വ്ളോഗാണ്. രാവിലെയും രാത്രിയൊക്കെ ഉച്ചയ്ക്കും ഒക്കെ മഴ തന്നെയായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റപ്പം ശരിക്കും പറയുകയാണെങ്കിൽ ഭയങ്കര ഇതൊരു സൺഡേ ഒരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങൾ കുറച്ച് എടുത്തിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. രാവിലെ നീറ്റപ്പോൾ നല്ല വിശപ്പുണ്ട്, പക്ഷേ ഭയങ്കര മഴ ഇതൊക്കെ കണ്ടപ്പോൾ ഒരു മടി അങ്ങനെയൊക്കെ. സ്കൂളില്ലല്ലോ, അപ്പോൾ ആരെങ്കിലുമൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തന്നിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന ഒരു ദിവസമാണ് സൺഡേസിൽ അല്ലേ. എണീറ്റ പാടന്നെ ഒരു ഗ്ലാസ് ചായ, ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ട് ടേബിളിൽ റെഡിയാക്കി സെറ്റാക്കി വയ്ക്കുക, കഴിക്കുക, എന്ത് രസമുണ്ടാവും. പക്ഷെ ഇപ്പം അടുത്തൊന്നും അങ്ങനെ എനിക്ക് എൻ്റെ ലൈഫിൽ വന്നിട്ടില്ല. പിന്നെ എൻ്റെ വീട്ടിൽ പോയി നിൽക്കണം. അതാണെങ്കിൽ ഇപ്പം അടുത്തൊന്നും ഞാൻ എൻ്റെ വീട്ടിൽ നിന്നിട്ടുമില്ല. കാരണം ഇവിടെ ഇപ്പോൾ ഇവരൊക്കെ ഒറ്റക്കിട്ടിട്ട് പോകാൻ പറ്റാത്തൊരു ബാധ്യതകൾ കുറേ ആയിപ്പോയി. ഞാൻ എപ്പോഴും വിചാരിക്കും കേട്ടോ, പണ്ട് റീനു മാത്രം കുട്ടിയായ സമയത്തൊക്കെ എൻ്റെ വീട്ടിലൊക്കെ ഞാൻ എത്രയോ നിന്നിട്ടുണ്ട്. ഒന്നും ആലോചിക്കാനില്ലല്ലോ. പിന്നെ റോസുവിനെ പ്രസവിച്ചതിന് ശേഷമാണ് അധികം എനിക്ക് നിൽക്കാൻ പറ്റാഞ്ഞത്. കാരണം പിന്നെ നമ്മൾക്ക് കുട്ടികൾ കൂടി, പിന്നെ നമുക്ക് ഓരോ ചുറ്റുപാടുകളായി, റീനിൻ്റെ സ്കൂള്, അങ്ങനെ ഇങ്ങനെ വീട്, ഇക്ക, അങ്ങനെ. പിന്നെ ഞാൻ അധികം നാട്ടിൽ നിൽക്കാറുമില്ലായിരുന്നു. അപ്പം നാട്ടിൽ സെറ്റിലായപ്പം എൻ്റെ വീട്ടിൽ പോകാൻ ഉള്ളൊരു സാഹചര്യം കിട്ടുമൊന്നുമില്ല. ഇൻഷാ അല്ലാ പോകണം ഒരു ദിവസം, ഒരു 2 ദിവസം പോയി കിടന്നുറങ്ങണം, അതാണ് വിചാരിക്കണത്. അപ്പോൾ രാവിലെ ഉപ്പുമാവ് ഉണ്ടാക്കി, പിന്നെ വെത്തൽ മസാല തേച്ചിട്ട് ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഒരു ദിവസം. അന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ആ ഒരു കോട്ടിങ് ഈ ഇതിലോട്ട് കൊടുത്തു. അത് കുറച്ച് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാനാണ്, പക്ഷേ വിചാരിച്ചത്ര ടേസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. അത് സാധാ വെത്തൽ ഫ്രൈ ആക്കി തന്നെ ടേസ്റ്റ്. അതിൻ്റെ മേലെ ഈ കോട്ടിങ് കൊടുത്തപ്പോൾ ആ വെത്തലിൻ്റെ ടേസ്റ്റ് പോയി. ഓക്കെ, അപ്പം ഇതാണ് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. ചായ, നല്ല പാൽ ചായ. പ്രത്യേകിച്ച് ഞായറാഴ്ചകളിൽ പാൽ ചായ, അതും മഴയും ഒക്കെ കൂടി ആകുമ്പോൾ, മഴ പെയ്യുമ്പോൾ കട്ടൻ ചായയാണ് രസം എന്നൊക്കെ പലരും പറയും. പക്ഷേ എനിക്കെന്തോ കട്ടൻ ചായ അത്ര വലിയ ഇഷ്ടമല്ല. എനിക്ക് പാലൊഴിച്ചുള്ള ചായ തന്നെ എനിക്കിഷ്ടമുള്ളൂ. കുടിക്കുകയാണെങ്കിൽ അതേ കുടിക്കാറുള്ളൂ. കട്ടൻ ചായ വല്ലപ്പോഴും അത്രയും. പിന്നെന്താ, ബ്രോസ്റ്റഡ് വെത്തൽ ഫ്രൈ ആക്കിയത്, പിന്നെ ഉപ്പുമാവ്, ചായ. അപ്പോൾ ഇതെല്ലാം കൂടി ഭക്ഷണം കഴിച്ചു. പിന്നെ ഇന്ന് പുറത്ത് കുറച്ച് പണികളൊക്കെ ഉണ്ട്. പിന്നെ ഇന്നലെ വീഡിയോ ഇടാത്തതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല, എന്നും വീഡിയോ ഇടണമെന്നൊക്കെ വിചാരിക്കും കേട്ടോ. ഇന്നലെ എനിക്ക് കുറച്ചധികം പണികളുണ്ടായിരുന്നു. അതിൽ പെട്ടൊരു പണി ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇത് കഴിഞ്ഞ വ്ളോഗിൽ കുറേ പേര് എനിക്ക് മെസ്സേജ് ആക്കിയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ ഫോട്ടോ ഒന്ന് അയച്ചു തരുമെന്ന്. അതായത് പുറത്ത് നമ്മൾ ലോണ്ട്രി റൂം എന്ന് പറഞ്ഞിട്ടുള്ള റൂമാണ്. ഇത് നമ്മൾ ബാത്റൂമായിട്ടാണ് ആക്കിയത്. പക്ഷെ നമ്മൾ വീടിനകത്ത് കുറേ ബാത്റൂമുകളില്ലേ, അപ്പോൾ പുറത്തങ്ങനെ ബാത്റൂം ഞാനിതാ ആരോടും കുളിക്കേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പുറത്തെ ബാത്റൂമിൽ ഞാനിവിടെ വാഷിംഗ് മെഷീൻ വെച്ചിട്ടുണ്ട്. അലക്കാനുള്ളൊരു സ്പേസാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പം കിച്ചണിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇത് വരുന്നത്. അപ്പം നമുക്ക് അലക്കലും എല്ലാം കൂടി ഒരുമിച്ചാവുമല്ലോ. പിന്നെ നല്ല മഴ ഉണ്ട് കേട്ടോ. ആ ഒരു മഴയുടെ സമയത്ത് എല്ലാത്തിനും മടിയാണ് മഴ കണ്ടാൽ. പിന്നെ സെമി ഓട്ടോമാറ്റിക്കാണ് ഈ ഒരു വാഷിംഗ് മെഷീൻ. താഴെ അതാണ് ഇട്ടുള്ളത്. മുകളിൽ, വീടിനകത്ത് മുകളിൽ വെച്ചിട്ടുള്ളത് ഫുൾ ഓട്ടോമാറ്റിക് ഉണ്ട്. പക്ഷേ എനിക്കിഷ്ടം ഇതാണ് കേട്ടോ. ഇതാകുമ്പോൾ നമുക്ക് ഒരു സംതൃപ്തിയാണ്, അലക്കുന്നുണ്ടല്ലോ എന്ന് തോന്നലാണ്. മറ്റേത് ഒന്നും അറിയുന്നില്ല, ഡ്രസ്സ് ഉണങ്ങിയിട്ട് കയ്യിൽ കിട്ടും, ഒന്ന് അയലിട്ടാൽ മതി. പക്ഷേ എനിക്ക് എന്തോ ഇതാണ് കുറച്ചുകൂടെ ഇഷ്ടം. അപ്പോൾ ഞാൻ താഴെ ഇതും വെച്ചിട്ടുണ്ട്, മുകളിൽ മറ്റേതും വെച്ചിട്ടുണ്ട്. വലിയ വലിയ ബെഡ്ഷീറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഞാൻ അതിലിട്ട് കൊടുക്കും. നല്ല അഴുക്കുണ്ടെങ്കിൽ ഇതിലിട്ട് കൊടുക്കും. പിന്നെ ഇതിൻ്റെ ഈ റൂമിൻ്റെ അടുത്ത് തന്നെയാണ് അയലും വെച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതൊക്കെയായിരുന്നു പണികൾ, അതിൻ്റെ തലേ ദിവസത്തെ പണികൾ ഇതൊക്കെയായിരുന്നു കേട്ടോ. അപ്പം ഈ പണികളുള്ളതുകൊണ്ടാണ് ഞാൻ ഇന്നലെ വീഡിയോ ഇടാഞ്ഞത്. ഇതെന്താണ് ഇതിലുണ്ടാക്കിയെന്നുള്ളത് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? ഒന്ന് താഴെ കമൻസിൽ അറിയിക്കൂ. എന്തായാലും നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ്. നിങ്ങളെന്തായാലും പറയാൻ പോകുന്നില്ല, ഇൻഷാ അല്ലാ നിങ്ങൾ പറയൂല. അപ്പോൾ ഒരു പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ് ഇതിലുണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉരുളികളൊക്കെ കഴുകി വയ്ക്കുകയാണ്. പിന്നെന്താ, ഈ മഴ പെയ്യുമ്പോൾ ഉണ്ടല്ലോ ഇതുപോലെ, റുക്കിയാമ്മ ഇവിടെ ഇല്ല, അത് വേറെ കാര്യം. അതുകൊണ്ടാണ് ഇതൊക്കെ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ പോകുന്നത് റുക്കിയാമ്മ നമ്മളെ വീട്ടിൽ സഹായത്തിന് നിൽക്കുന്ന കുട്ടിയാണ്. കുറേ വർഷങ്ങളായിട്ട് ഉമ്മാൻ്റെ കൂടെ നിൽക്കുന്ന ആളാണ്.
അപ്പം റുക്കിയാമ്മൂൻ്റെ ആങ്ങളുടെ മോൻ്റെ കല്യാണമുണ്ട്. അപ്പോൾ കല്യാണത്തിന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനും മിക്കും റീനും റൂഹിയും കൂടിയാണ് പോകുന്നത്. റോസും ഇപ്പോൾ ഇവിടെ ഇല്ല കേട്ടോ. റോസും എൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്, അവളവിടെ നിൽക്കുന്നുണ്ട്. അപ്പം ഞങ്ങളെ പിക്ക് ചെയ്യാൻ പോകണമെന്ന്. ഇന്ന് കുറേ പണികളുള്ള ദിവസമായിരുന്നു, പക്ഷേ ഫുള്ളായിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ റുക്കിയാമ്മൂൻ്റെ അടുത്ത കല്യാണത്തിന് പോവാണ്. ഇപ്പോൾ കല്യാണം എന്ന് പറയുമ്പോൾ നമ്മൾ 1 മണിക്കൊക്കെ പോയാൽ പിന്നെ ആകെ തിരക്കും ബഹളത്തിലേക്കും പോകുന്നത്. അപ്പോൾ നേരത്തെ പോയി നേരത്തെ വരാം. നമ്മൾ 12 മണി ആ ഒരു സമയത്ത് തന്നെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് റുക്കിയാമ്മു. അങ്ങനെ റുക്കിയാമ്മിനെ കണ്ട് കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. ഉമ്മ നമ്മളെ കൂടെ വന്നിട്ടില്ല. ഉമ്മക്ക് പിന്നെ ഇങ്ങനെ സ്റ്റെപ്പ് കയറാനും ഇറങ്ങാനൊന്നും പറ്റില്ല പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ ഉമ്മാനെ കൂട്ടി ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് തന്നെ വന്നു. ഉമ്മ വീട്ടിലുണ്ട്. ഇനി നമ്മൾ ഇവിടുന്ന് ഇവിടേക്ക് പോകണം. നമ്മൾ തിരൂർക്ക് പോവാണ്. അപ്പോൾ ഉമ്മാക്ക് നാത്തൂൻ്റെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു, മൂത്ത നാത്തൂൻ്റെ വീട്ടിൽ. അപ്പോൾ ഉമ്മ അവിടെ കുറച്ച് നേരം ഇരിക്കാമെന്ന് പറഞ്ഞ് അപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ്. റൂഹി വീണ്ടും പപ്പൻ്റെ ഷൂ പുറത്ത് കണ്ട അപ്പം അകത്തേക്ക് കയറ്റി വെക്കുക കേട്ടോ. അങ്ങനെ ഉമ്മാനെ കൂട്ടി നമ്മളിതാ പോകുന്നു നാത്തൂൻ്റെ വീട്ടിലോട്ട്. പിന്നെന്താ, യാത്രകൾ എപ്പോഴും എന്താ പറയുക, പ്രത്യേകിച്ച് ഞായറാഴ്ചകൾ നല്ല രസമാണ്. പക്ഷെ തിരിച്ച് വന്ന് പിറ്റേ ദിവസം സ്കൂളുണ്ടെന്നുള്ള ആലോചിക്കുമ്പോൾ ഉള്ള രസങ്ങളൊക്കെ പോവും. അപ്പോൾ ഇവിടെ ഇറങ്ങിയപ്പോൾ പിന്നെ ഇവിടെ നാത്തൂൻ്റെ വീടുകളിൽ കാരണം സിസ്റ്റേഴ്സിൻ്റെ വീട്ടിൽ പോയാൽ ഫസ്റ്റ് നമ്മൾ മുറ്റത്തൊക്കെ നടക്കും. അവിടെ കുറേ സാധനങ്ങൾ കഴിക്കാനൊക്കെ ഉണ്ടാവും. അപ്പോൾ പഴങ്ങളും അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പോൾ ചാമ്പക്ക നമ്മൾ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നമ്മൾ വീട്ടിൽ നിന്ന് ആ ചാമ്പക്ക വെട്ടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ചാമ്പക്ക കൊണ്ട് വല്ലാത്തൊരു ഇഷ്ടമാണ്. അതങ്ങനെയാണല്ലോ, ഒരു സാധനം കിട്ടില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ അങ്ങനെയാണ്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ വീട്ടിൽ പോയി കുറച്ച് നേരം അവിടെ ഇരുന്നു. അപ്പോൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ റോസുവിനെ പിക്ക് ചെയ്തു. അവിടെ കുറച്ചൊരു ഗ്യാപ്പ് വന്നു. അവിടെ എത്തിയപ്പം വീഡിയോ എടുക്കാൻ മറന്നുപോയി. മഴ സംസാരിക്കലും പിന്നെ മഴയും ഒക്കെ കൂടി ആയിട്ട് അങ്ങനെ റൂഹിക്ക് ടോയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതും ഞാൻ വീഡിയോ എടുത്തില്ല, അതും മറന്നുപോയിട്ടോ. അങ്ങനെ തിരിച്ച് ഉമ്മാനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നാത്തൂൻ്റെ വീട്ടിൽ പോയി. അവിടുന്ന് ഉമ്മാനെ പിക്ക് ചെയ്തു. നമ്മളെ വീട്ടിലെത്തി. നമ്മളെ വീട്ടിലേക്ക് എപ്പോഴും ഇക്കാക്ക് ഇങ്ങനെ ആ വൈകുന്നേരം ഒരു 5:30 സമയത്ത് നമ്മൾ വീട്ടിലെത്തണം. ഇക്കാക്ക് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇക്കാൻ്റെ പച്ചക്കറികളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ എത്തലും നേരെ ഓടലാണ്. മീൻസ് പുറത്താണെങ്കിൽ നേരെ പുറത്ത് കൊടുക്കുക. അതായത് നമ്മൾ പുറത്ത് പോയി വരികയാണെങ്കിൽ വണ്ടി പാർക്ക് ചെയ്യലും വേഗം മുറ്റത്തേക്ക് ഇറങ്ങലാണ്. അപ്പോൾ റൂഹി കളിക്കണ സാധനം കണ്ടോ, നല്ല രസമുള്ള ടോയ് ആട്ടോ അത്. അപ്പം ഇക്കനെ നോക്കിയപ്പോൾ ഇക്കനെ കാണാനില്ല. അപ്പോൾ മൂപ്പരുണ്ടാവും ഇനിയിപ്പോൾ പുറത്ത് ആ ഇട്ട ഡ്രസ്സില്ലേ പുറത്ത് പോകുമ്പോഴത്തെ അതുകൊണ്ട് എന്താ പറയുക പണിക്കിറങ്ങിയിട്ടുണ്ട്. എനിക്കുണ്ടല്ലോ ഈ പുതിയ ഡ്രസ്സ് ഇങ്ങനത്തെ പണിക്കൊക്കെ എടുക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ഇറിറ്റേഷനാണ്. കാരണം ഞാനല്ല അലക്കേണ്ടത്. പിന്നെ നമ്മളെ പച്ചക്കറികളൊക്കെ കണ്ടോ, വെണ്ടയ്ക്കൊക്കെ അത്യാവശ്യം മസാല നന്നായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ വെണ്ടയ്ക്ക 2 എണ്ണം ഒടിഞ്ഞിട്ടുണ്ട്. എന്തോ അതിന് മേലെ കൂടെ ചാടിപ്പോയി. എനിക്ക് തോന്നുന്നു നായ പൂച്ച എന്തോ ചാടിയതാണ്. അപ്പോൾ അത് ശരിയാക്കുകയാണ്. ഭയങ്കര സങ്കടമാണ് കേട്ടോ അങ്ങനെ കാണുമ്പോൾ. നമ്മളിങ്ങനെ നല്ല അടിപൊളിയായിട്ട് നോക്കി ഓരോ ഇലകളും നോക്കി വരുമ്പോൾ അത് കേടന്ന് പോകുമ്പോഴൊരു സങ്കടമല്ലേ. അപ്പം ഞാനും കുറച്ച് നേരം അവിടെ ഞാൻ നോക്കി നിന്ന്. എനിക്ക് ഈ നേരത്തൊക്കെ മണ്ണിൽ കളിക്കാൻ കുറച്ച് മടിയാണ്. ഇനി കയ്യും മുഖമൊക്കെ കഴുകണം. അങ്ങനെ നാത്തൂൻ്റെ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഉമ്മ പച്ച പപ്പായ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്ക പറഞ്ഞു അച്ചാറിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വന്നപ്പോഴേക്കും ഉമ്മാൻ്റെ അച്ചാറിടൽ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം നുറുക്കി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഉമ്മയോട് പറഞ്ഞിരുന്ന് നമുക്ക് വീഡിയോ എടുക്കാം, പപ്പായ അച്ചാർ ഇടുന്നതിൻ്റെ വീഡിയോ. അപ്പോഴേക്കും ഉമ്മ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണയിലോട്ട് കടുക് പൊട്ടിച്ച് അതിലോട്ട് വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുക്കാം. പിന്നെ പപ്പായ അച്ചാറിലോട്ട് പുളി പിഴിഞ്ഞിട്ടും ഉണ്ടാക്കാറുണ്ട്, ചട്ടി അച്ചാർ പോലെ. ഇതിപ്പം വിനാഗിരി ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. പപ്പായ നല്ല തിന്നായിട്ട് നുറുക്കിയെടുക്കണം. പിന്നെ ഉമ്മ ഇവിടെ പിക്കിൾ പൗഡേഴ്സ് ഒന്നും യൂസ് ചെയ്യാറില്ല. മുളക് പൊടി ഒക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കാറ്. കായപ്പൊടി, കടുക് വറുത്ത് പൊടിച്ച് പിന്നെ ഉലുവ വറുത്ത് പൊടിച്ച് അങ്ങനെയൊക്കെ ഇട്ടിട്ടുള്ളതൊക്കെയാണ് ആഡ് ചെയ്യാൽ. അല്ലാണ്ട് പുറത്തത്തെ പിക്കിൾ പൗഡേഴ്സ് യൂസ് ചെയ്യാറില്ല. അതുപോലെ തന്നെ വിനാഗിരി മാക്സിമം ഒഴിവാക്കാറുണ്ട്. പുളി ഒക്കെ ആണ് ചേർക്കാറ്. പിന്നെ കുറേ കാലം നിൽക്കണം എന്നാണെങ്കിലൊക്കെ വിനാഗിരി ചേർക്കും. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്തായാലും വിനാഗിരി ഇടേണ്ടി വരും. കാരണം പപ്പായ അച്ചാർ നമ്മളങ്ങനെ പെട്ടെന്ന് കഴിച്ച് തീർക്കില്ലല്ലോ. അപ്പം വിനാഗിരി ഇട്ടിട്ട് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അങ്ങനെ ആ ഒരു മസാലയിലോട്ട് പപ്പായ കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുത്ത് എല്ലാം കൂടി നന്നായിട്ട് കമ്പൈൻ ചെയ്യുക. പിന്നെ ഇതിലോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ അച്ചാർ ഇടാൻ എല്ലാവർക്കും അറിയുണ്ടാവും. വെള്ളം ഒഴിക്കുമ്പോൾ ചൂടുവെള്ളം തന്നെ ഒഴിക്കണം കേട്ടോ, അല്ലെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം ഒഴിക്കണം കേട്ടോ, സാധാ പച്ചവെള്ളം ഒഴിക്കരുത്. എല്ലാം കൂടി കമ്പൈൻ ചെയ്യുക. ഒരുപാട് വെള്ളം ഒഴിച്ചും കൊടുക്കണ്ട. നമുക്ക് ഇനി ഇത് വിനാഗിരി ഇട്ട് കൊടുക്കാനുള്ളതല്ലേ. ഇനി കടുകും ഉലുവയും കൂടി വറുത്തിട്ട് പൊടിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ അച്ചാർ. നമ്മുടെ കടുമാങ്ങൻ്റെ ഇതില്ലേ അച്ചാറിടാനുള്ള മാങ്ങ, ഇത് കാണുമ്പോഴേ എനിക്ക് അതിൻ്റെ ഓർമ്മ വരുന്നത്. അതിപ്പോഴും അവിടെ ഇരിക്കുന്നുണ്ട്, നമ്മുടെ ഭരണിയിൽ ഇരിക്കുന്നുണ്ട്. അത് ഉണ്ടാക്കാനുള്ളൊരു സാഹചര്യം കിട്ടുന്നില്ല. അപ്പോൾ എന്തായാലും ഉണ്ടാക്കണം. പിന്നെ നമുക്ക് ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് റുക്കിയാമ്മൻ്റെ വീട്ടിൽ കല്യാണം ആയതുകൊണ്ട് തന്നെ ഫുഡൊന്നും ഇല്ലല്ലോ. അപ്പോൾ രാത്രിത്തേക്ക് പുട്ട് ഉണ്ടാക്കുകയാണ്. പുട്ടും മീൻ കറിയും. മീൻ വരുമ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. മീൻ കറിയും മീൻ വറുത്തതുമാണ് ഇന്നത്തെ നമ്മുടെ ഡിന്നർ. അപ്പോൾ അത് വറുത്ത് പൊടിച്ചിട്ടുണ്ട്. ഇനി കായപ്പൊടിയും ചേർത്ത് കൊടുക്കണം. ഇതിപ്പം നമ്മൾ മീൻ കറിയിലോട്ടുള്ള മസാല കേട്ടോ. മീൻ കറി തക്കാളി മസാലപ്പൊടികൾ പുളിവെള്ളമൊക്കെ കൂടി പിഴിഞ്ഞിട്ട് നന്നായിട്ട് കൈ കൊണ്ട് നല്ല ഞെരടി എടുക്കുക. എന്നിട്ട് വേവിച്ചെടുക്കുക. ഞാൻ ആ മീൻ കറിയുടെ റെസിപ്പിയൊക്കെ കുറേ തവണ ഷെയർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് വെന്ത ശേഷം മസാലപ്പൊടികളൊക്കെ വെന്ത ശേഷം അതിലോട്ട് മീൻ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് മസ്റ്റാണ്, തക്കാളി കൈ കൊണ്ട് നന്നായിട്ട് സ്ക്യൂസ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി അതിലോട്ട് ചൂര മീനാട്ടോ, അത് കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് വറവിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിപ്പം വറവിടുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് മൂത്ത് പോയി. പക്ഷെ മൂത്തപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് മീൻ ഞാൻ ഫ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ബീഫ് ഉണ്ടായിരുന്നു കേട്ടോ. തലേ ദിവസത്തെ ബീഫ് കറി കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഞാനിന്ന് വരട്ടാമെന്ന് വിചാരിച്ച്. ഈ പുട്ടും ബീഫും കൂടി ഒരു അപാര കോമ്പിനേഷനാണ്. അതിപ്പോൾ രാത്രിയെന്നോ പകലെന്നോ ഒന്നുമില്ല. എനിക്ക് ബീഫായാൽ മതി പുട്ടിലോട്ട്. അപ്പം ഈ ഒരു ബീഫ് ഞാൻ മാത്രം കഴിച്ചു. കാരണം തലേ ദിവസത്തെ ആയതുകൊണ്ട് പറഞ്ഞു കുട്ടികൾക്കൊന്നും കൊടുക്കണ്ട, വയറുവേദന ആവുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ആരും കഴിക്കണ്ട, ഞാൻ മാത്രം തിന്നോളാം. ഞാൻ മാത്രം കഴിച്ചത്. അപ്പോൾ എനിക്ക് ബീഫ് വറുത്തതായിരുന്നു പുട്ടിൻ്റെ കൂടെ കേട്ടോ. പുട്ടും ബീഫെന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു ഫ്ലേവർ വായിലിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കോമ്പിനേഷനാണ്. എനിക്ക് പൊറോട്ട ബീഫിനേക്കാളും ഇഷ്ടം പുട്ടും ബീഫുമാണ് കേട്ടോ. ആ പുട്ടിങ്ങനെ പച്ചക്കുള്ള കഴിക്കുമ്പോഴാണ്, കറിയൊന്നും ഒഴിക്കാണ്ട് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ബീഫിൻ്റെ സ്വാദ് ഇങ്ങനെ വരിക. ഞാനിപ്പോൾ എടുക്കാൻ പോകുന്നതറിയോ, ഞാനവിടെ മീൻ വറുത്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് വിളിക്കുന്ന ഒരു പണിയുണ്ടെന്ന്. ആ പണി എന്താണെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. എന്ത് സാധനത്തിനെ ദ്രോഹിക്കാൻ നിന്നെ കൊണ്ടുപോകും, അത് മൂപ്പർ ചെയ്യൂലോ. നമ്മുടെ വീട്ടില് ഗേറ്റിൽ ഒരു ഒച്ചുണ്ടല്ലോ. പപ്പാന്റെ ഷൂ നനിയണ്ടട്ട പപ്പ. ആഫ്രിക്കൻ ഒച്ച് വലുതുണ്ടല്ലോ. അപ്പോൾ അതിനെ കൊല്ലാൻ പിന്നെ കൊണ്ടുപോവാ. പപ്പാന്റെ ഷൂ നനയാൻ പറ്റില്ല. പോയാ അങ്ങനെ താത്തക്ക് അവിടെ നിന്നിട്ട് കാണുന്നേ. ലൈറ്റ് ഓഫ് ആക്കിയാണ് നോക്കട്ടെ. ഇതിനെങ്ങനെ ഇപ്പം ഞാൻ ക്ലീൻ ഇതാക്കുക. എന്നിട്ട് ലൈറ്റ് ഒച്ച് ഇത്ര വലുത്. ഇതൊക്കെ എവിടുന്ന് വരുന്നേ? നല്ല വലുപ്പമുണ്ടല്ലേ. ഇതൊക്കെ ഉപ്പിൽ പോവോ? നെട്ട് വയ്ക്കുന്ന ഞാനും ഇടൂല. താത്ത വരുന്നാ? നിങ്ങൾ വരുന്നാ? ഇട്ടൂടി എനിക്കെന്തൊരു അറപ്പ്. കൈ കൊണ്ട് ഇട്, അത് അങ്ങനെ പോകും. അതിന് മേലെ തട്ടില്ല, പിന്നെ ഇനി ഉപ്പ് എടുത്തോണ്ടി വരും. തോടിലുള്ള നീ ഇടുന്നത്. പിന്നെ അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഇതിൽ കൊടുക്കുന്നില്ല കേട്ടോ, കാരണം കുട്ടികളൊക്കെ വീഡിയോസ് കാണുന്നതല്ലേ. പിന്നെ നമ്മളങ്ങനെ ഒച്ചിനെ കൊല്ലാണ്ടിരിക്കാനും പറ്റില്ല, കാരണം അത് മൊത്തത്തിൽ നിറയുന്ന ഒരു സംഭവമാണ്. അപ്പം നമ്മളങ്ങനെ അതിനെ അങ്ങനെ ആക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻ അപ്പോഴേക്കും ഒന്നിട്ട് മൂപ്പ് കൂടിപ്പോയി, കാരണം ഒച്ചിനെ കൊല്ലാൻ പോയതല്ലേ. അപ്പോൾ ബീഫും വറുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഡിന്നർ. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് എനിക്ക് കുറച്ച് കാര്യങ്ങളോട് ഇതിൽ ഷെയർ ചെയ്യാനുണ്ട്, പക്ഷേ സമയമില്ല കേട്ടോ. ഇനിയും പോസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, ഇന്നലെയും പോസ്റ്റ് ചെയ്യാതെ ഇന്നും പോസ്റ്റ് ചെയ്യാണ്ടിരുന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ വ്യൂവേഴ്സ് വിചാരിക്കും 2 ദിവസം എന്ത് പറ്റി, എല്ലാവരും ടെൻഷൻ അടിച്ചു പോകും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക് യു.